മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിലൂടെ ഒരു കഥ പറയുകയുണ്ടായി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് അറിവ് നേടിക്കൊണ്ട് പോകുമ്പോൾ 5 സ്റ്റെപ്പിനെ കുറിച്ചിട്ടാണ് ഓർമ്മിക്കാനുള്ളത്. ഒന്ന്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ആ ഇൻഫർമേഷനെ നോളജാക്കി മാറ്റുക, നോളജിനെ വിസ്ഡമാക്കി മാറ്റുക, വിസ്ഡത്തെ എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. എക്സ്പീരിയൻസിന്റെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, എക്സ്പീരിയൻസ്, ലൈഫ്. അതിൽ ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊരു കഥയിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഒരു കാട്ടിൽ ധാരാളം പക്ഷികളുണ്ടായിരുന്നു. ആ പക്ഷികളോട് നല്ല രീതിയിൽ സഹവർത്തിത്വമുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി തൻ്റെ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക, എന്നിട്ട് അകത്ത് തിരിച്ചു വരിക. ഇത് പതിവായിരുന്നപ്പോൾ ഒരിക്കൽ ഈ സന്യാസി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാട്ടിലേക്ക് കയറാൻ പോകുന്ന ഒരു വേടനെ കണ്ടു. അപ്പോൾ വേടൻ സന്യാസിയോട് ചോദിച്ചു, എനിക്ക് പിടിക്കാൻ പറ്റിയ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ടോ സ്വാമി എന്ന് ചോദിച്ചു. സന്യാസി ഒരു ഉത്തരവും കൊടുത്തില്ല. സന്യാസി കാട്ടിനകത്ത് കയറി ചെന്ന് കുറേ പക്ഷികളോട് സംസാരിക്കാൻ കഴിവുള്ള സന്യാസിയാണെന്ന് കഥ. ആ പക്ഷികളോട് പറഞ്ഞു, ഒരു വേടൻ വരുന്നുണ്ട്, എല്ലാവരെയും അറിയിക്കുക. എല്ലാ പക്ഷികളെയും അറിയിച്ചു, വേടൻ വരുന്നുണ്ട്, വേടൻ വരുന്നുണ്ട്. സന്യാസി അദ്ദേഹത്തിന്റെ ദൗത്യവുമായിട്ട് പോയി. അന്ന് വൈകുന്നേരം അദ്ദേഹം വീണ്ടും കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ധാരാളം പക്ഷികളുമായിട്ട്, വലയ്ക്കുള്ളിൽ ധാരാളം പക്ഷികളുമായിട്ട് ആ വേടൻ കാടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോ സന്യാസി പക്ഷികളോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ വേടൻ വരുന്നുണ്ടെന്ന്? പക്ഷികൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞതാണ്, ഞങ്ങളെല്ലാവരെയും അറിയിച്ചു വേടൻ വരുന്നുണ്ടെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ വലയിൽ പെട്ടു? അല്ല, അങ്ങ് പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങളെല്ലാവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ചെയ്തു. അപ്പോഴാണ് സന്യാസിക്ക് തോന്നിയത്, താൻ പറഞ്ഞത് വേടൻ വരുന്നുണ്ടെന്നേ പറഞ്ഞുള്ളൂ, അതൊരു ഇൻഫർമേഷനാണ്. അതിനെ ഈ പക്ഷികൾ നോളജാക്കി മാറ്റി വേടനിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മരങ്ങളിലേക്കോ ദൂരസ്ഥലത്തേക്കോ പറന്നു പോകണമെന്നുള്ള ആ നോളജ് ഇൻഫർമേഷൻ കൺവെർട്ട് ചെയ്തിട്ട് നോളജാക്കി മാറ്റിയില്ല പക്ഷികൾ. ആ ഇൻഫർമേഷനെ നോളജാക്കി മാറ്റി അത് വിസ്ഡത്തിന്റെ ലെവലിലേക്ക് എത്തിയിരുന്നു എങ്കിൽ ബുദ്ധിപരമായിട്ട് ഈ പക്ഷികൾക്ക് ഒരെണ്ണത്തിന് പോലും ഈ വലയ്ക്കകത്ത് പെടാതെ നിലനിൽക്കാമായിരുന്നു. ഇൻഫർമേഷനായിട്ട് നിലനിർത്തി ആ പക്ഷികള് അതിനെ നോളജാക്കി മാറ്റി, ചർച്ച ചെയ്ത് വിസ്ഡമാക്കി മാറ്റി, രക്ഷപ്പെട്ടിട്ട് എക്സ്പീരിയൻസ് ആക്കി മാറ്റി പറന്ന് അകന്നു പോകാനുള്ള 4 ലെവലിലേക്ക് അവർ നീങ്ങിയില്ല. പലപ്പോഴും നമ്മളിൽ ചിലരുടെ ജീവിതത്തിൽ, എല്ലാവരുടെയുമല്ല, നമ്മളെ പലരുടെയും ജീവിതത്തിൽ ചിലപ്പോ ആലോചിച്ചു നോക്കാം, 1 വർഷമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻകം ടാക്സ് അടയ്ക്കണം, സ്ട്രിക്റ്റ് ആക്ഷൻ വരും, വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും, കള്ളപ്പണത്തെയും അതിനെ നിയന്ത്രിക്കും എന്ന് നിരന്തരം ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴും അതിനെ നോളജാക്കി മാറ്റാൻ സാധിക്കാത്തതാണ് നവംബർ 8-ാം തീയതി വൈകുന്നേരം 8:30 മണിക്ക് ശേഷം സംഭവിച്ചത്. ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, നല്ല രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തപ്പോ എല്ലാവരും ധരിച്ചു പതിവായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭീഷണി
അല്ലെങ്കിൽ ഒരു വാണിംഗ്, അല്ലെങ്കിൽ ഒരു ത്രെട്ടണിങ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ. പക്ഷെ അത് നോളജ് ആക്കി മാറ്റി വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നു എങ്കിൽ വ്യക്തികൾക്ക് ഒരു പക്ഷെ ഇത്രയും അധികം പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കള്ളപ്പണത്തിന്റെ അളവ് അന്നും ബാങ്കിൽ നിക്ഷേപിക്കാൻ സൗകര്യങ്ങൾ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ടാക്സ് കൊടുത്തിട്ട് എത്രയാണോ ആവശ്യമുള്ള ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ വെളുപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്യണമെന്ന് നിരന്തരം പറഞ്ഞപ്പോഴും ആ പക്ഷികൾക്ക് പറ്റിയ മാതിരി എല്ലാം ഇൻഫർമേഷന്റെ ലെവലിൽ നിലനിർത്തി അതിനെ ഈ വ്യക്തികൾ നോളജും വിസ്ഡവും എക്സ്പീരിയൻസും ആക്കി മാറ്റാത്തതിന്റെ പരിണത ഫലമാണ് കുറച്ച് വ്യക്തികൾ രാഷ്ട്രീയക്കാർ ഒച്ചയെടുക്കുന്നതൊക്കെ മാറ്റി നിർത്തുക. അതിപ്പോ അവരുടെ കയ്യിലുള്ള പൈസ പോയതിന്റെയാണ് അവർക്ക് കൂടുതൽ വേവലാതി. അല്ലാതെ അത് പാവപ്പെട്ടവരുടെ പേരിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പോയ വ്യക്തികളെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അവർക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ്. ഈ പക്ഷികൾക്ക് സംഭവിച്ചതാണ് ഡിമോണിറ്റൈസേഷനിലൂടെ ഒത്തിരി നോട്ടുകൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നവർക്ക് സംഭവിച്ചത്. നമ്മളും ഓർമ്മിക്കുക, ഏത് ഇൻഫർമേഷൻ കിട്ടിയാലും വളരെ നല്ല രീതിയിൽ ഒരു ഉദാഹരണവും കൂടി പറയാനുള്ളത്, ലവണ തൈലം എന്ന് പറയുന്ന ഒരു തൈലത്തിന്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു പണ്ട്. അതൊരു പക്ഷേ ഇല്ലാതെയാക്കിയത് ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ലക്ഷക്കണക്കിന് വ്യക്തികൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാൻ വിവരിച്ചത് സ്വീകരിക്കുകയുണ്ടായി. ലവണ തൈലം എന്ന വാക്ക് തന്നെ കോൺട്രഡിക്ടറി ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഉപ്പ് എണ്ണയിൽ അലിയില്ല, ഉപ്പ് വെള്ളത്തിലേ അലിയുള്ളൂ. ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. ഉപ്പ് വെള്ളത്തിൽ അലിയും, ഉപ്പ് ഒരിക്കലും എണ്ണയിൽ അലിയില്ല. അങ്ങനെ എണ്ണയിൽ അലിയാത്ത ഉപ്പ് എണ്ണയിൽ അലിഞ്ഞ് കുപ്പിയിലാക്കി ശരീരത്തിൽ പുരട്ടിയാൽ നമ്മുടെ തടി കുറയുമെന്ന് 125 കോടി രൂപയുടെ ബിസിനസ് ചെയ്ത് അതിൽ 97 കോടി രൂപ അഡ്വർടൈസ്മെന്റിന് കൊടുത്ത് 10-12 കോടി രൂപ ജോലിക്കാർക്കും വാടകയും എല്ലാം കൊടുത്ത് ട്രാൻസ്പോർട്ടേഷനും കൊടുത്ത് ബാക്കി പ്രോഫിറ്റ് ആക്കിയിരുന്ന വ്യക്തി തന്നെ ഒരു വാതിലിലൂടെ കടക്കാൻ പറ്റാത്ത അത്രയും തടിയുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഒരു കോമൺ സെൻസ് ആണ്. ശരിക്ക് എണ്ണയില് ഉപ്പ് അലിയില്ല, വീട്ടിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു, അത് ജനങ്ങള് നോളജ് ആക്കി മാറ്റത്തക്ക വിധത്തിൽ കൊടുത്തു, പിന്നെ അത് ഉപയോഗിക്കുന്നത് നിർത്തി. അതുപോലെയാണ് അനൂപ് ഹെയർ ഓയിൽ. ഇൻഫർമേഷൻ കൊടുത്തപ്പോ അവര് കൊടുത്തത് അഡ്വർടൈസ്മെന്റ് ആയി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്. ഒരു മകളുടെ തലമുടി കാണിച്ചിട്ട് അനൂപ് ഹെയർ ഓയിൽ തേക്കുന്നതിന് മുമ്പ് മറ്റേ മകളുടെ തലമുടി കാണിച്ചിട്ട് അനൂപ് ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് വന്നു. ഇന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഓയിൽ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തലമുടിയൊന്നും വരാൻ പോകുന്നില്ല, വെയിറ്റ് ആൻഡ് സീ മതിയായിരുന്നു. ഇപ്പോഴും ധാരാളം അഡ്വർടൈസ്മെന്റുകൾ ഇൻഫർമേഷൻ വരുമ്പോൾ നോളജ് ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യത്തിൽ ട്രാപ്പിലാവുന്നുണ്ട്. ആ ഇൻഫർമേഷനെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നോളജ് ആക്കി മാറ്റി അത് വിസ്ഡത്തിലൂടെ അനലൈസ് ചെയ്തിട്ട് വേണ്ടതെടുത്ത് വേണ്ടാത്തത് തള്ളിക്കളഞ്ഞു എങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഇത്രയും വർക്ക് ചെയ്യില്ല. ഈ അഡ്വർടൈസ്മെന്റിൽ പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റാൻ, നോളജിനെ വിസ്ഡമാക്കി മാറ്റാൻ ശ്രമിച്ചാലേ ഈ ആയുർവേദത്തെക്കുറിച്ചുള്ള ഒത്തിരി അഡ്വർടൈസ്മെന്റ് ആയാലും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ അഡ്വർടൈസ്മെന്റുകളായാലും നമ്മൾ പല സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്നതിനുള്ള അഡ്വർടൈസ്മെന്റ് ആയാലും അവിടെ എല്ലാം നമ്മൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോകുന്നത് ഇൻഫർമേഷനെ നോളജും വിസ്ഡവും ആക്കി മാറ്റാത്തത് കൊണ്ടാണെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.